നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചേക്കും. ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഈ ആവശ്യവുമായി ഹൈക്കമാൻഡിനെ സമീപിച്ചതായാണ് അറിയുന്നത്. അതിനാൽ തൽക്കാലം MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിർദ്ദേശം മാറ്റിയതായും തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടതായുമാണ് അറിയുന്നത്. ഓരോ ദിവസവും രാഹുലിനെതിരെ വ്യത്യസ്ത തെളിവുകൾ പുറത്തു വരുന്നത് പാർട്ടിക്കും UDFിനും കളങ്കമാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. അതിനാൽ ഏറെ വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ അംഗത്വം രാജിവെക്കും എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത്. 17-കാരിയുടെ പ്രസവം, ഭർത്താവിനെതിരെ പോക്സോ കേസ്. തമിഴ്നാട് സ്വദേശിനിയായ 17 വയസ്സുകാരി കാക്കനാട് സഹകരണ ആശുപത്രിയിൽ പ്രസവിച്ചു. ആശുപത്രിയിൽ ആധാർ കാർഡ് കൊടുത്തതോടെയാണ് സംഭവം പുറത്തായത്. ആശുപത്രി അധികൃതർ തൃക്കാക്കര പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ഭർത്താവ് മധുര സ്വദേശി പ്രേംകുമാറിനെ പോക്സോ കേസ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടി വാത്തുരുത്തി നഗറിലാണ് താമസിക്കുന്നത്. മോശമായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന. വനിതാ SIമാർക്കെതിരെ അന്വേഷണം വേണമെന്ന് SP VG വിനോദ് കുമാർ. സംസ്ഥാന പോലീസ് സേനയ്ക്ക് അപമാനകരമായ ഒരു പരാതിയിൽ വനിതാ SIമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് SP VG വിനോദ് കുമാർ DGPക്ക് പരാതി നൽകി. താൻ വനിതാ SIമാർക്ക് മോശമായ സന്ദേശങ്ങൾ അയച്ചിട്ടില്ല എന്നും ജോലിയുടെ ഭാഗമായുള്ള സന്ദേശങ്ങൾ മാത്രമാണ് അയച്ചത് എന്നും അദ്ദേഹം പരാതിയിൽ വിശദീകരിക്കുന്നു. പോഷ് ആക്ടിന്റെ പരിധിയിലുള്ള അന്വേഷണം അവസാനിപ്പിക്കണമെന്നും വനിതാ SIമാർക്കെതിരെ ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അയ്യപ്പ സംഗമം ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള കുതന്ത്രമെന്ന് BJP. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമം ഒരു നാടകമാണ് എന്നും ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണ് എന്നും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മകനും ഹിന്ദുക്കളെ അപമാനിച്ചെന്നും ഹിന്ദുമതം ഒരു രോഗമാണെന്ന് പറഞ്ഞെന്നും ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ